ബി ദിലീപ് കുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. ദിലീപ്, ഒരു ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ PV അൻവർ പറഞ്ഞത് ഏത് ചെകുത്താനാണെങ്കിലും വിജയിച്ചിരിക്കും, ഇത് പിണറായിയും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്, പിണറായി സത്തിന്റെ അന്ത്യം കുറിക്കും, അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതൊന്നും പ്രശ്നമേ അല്ല, താൻ പിന്തുണയ്ക്കും ഏത് ചെകുത്താനായാലും എന്നൊക്കെ പറഞ്ഞ PV അൻവർ ഇന്നാകുമ്പോഴേക്കും ചുവട് മാറ്റുന്നു, നിലപാട് മാറ്റുന്നു. ഏത് ചെകുത്താനായാലും പിന്തുണയ്ക്കില്ല, പക്ഷെ നല്ല ചെകുത്താനായിരിക്കണം എന്ന് പറയുകയാണ്. പരോക്ഷമായി തനിക്ക് ചില താല്പര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നത് ഒരിക്കൽ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അവിടെ PV അൻവറിനെ തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചത് എന്നത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത് PV അൻവർ ഉൾക്കൊള്ളാനുള്ള സാധ്യത എത്രത്തോളമാണ്? വേണമെങ്കിൽ താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്ന സൂചന രാവിലെ നൽകിയതാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അനുജ, PV അൻവറിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേര് കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച എത്രയും നടക്കുന്നത്. ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്ന ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിട്ടുണ്ട്. ഔദ്യോഗികമായി ഇക്കാര്യം പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അനൗപചാരികമായി ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. 2016 നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചതാണ്. അന്ന് എതിർ സ്ഥാനാർത്ഥി PV അൻവർ ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഇടതുപാളയത്തിലേക്ക് എത്തി സ്വതന്ത്ര പരിവേഷത്തിലാണ് അന്ന് PV അൻവർ അവിടെ മത്സരിച്ചത്. CPIM അടക്കം ഇടതുമുന്നണി PV അൻവറിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. 11,054 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2016 ആര്യാടൻ ഷൗക്കത്തിനെ, അതിനു മുമ്പ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് 30 വർഷത്തോളം, 3 പതിറ്റാണ്ടോളം ഈ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്നതാണ്. ആ മണ്ഡലത്തിലാണ് ഇടതുപാളയത്തിലേക്ക് മണ്ഡലത്തെ ചേർത്തു നിർത്തിക്കൊണ്ട് PV അൻവർ 2016 ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തേക്ക് നിലമ്പൂരിനെ അടുപ്പിച്ചത്. 2021 വിജയം PV അൻവർ ആവർത്തിച്ചു. പക്ഷേ അന്ന് എതിർ സ്ഥാനാർത്ഥി VV പ്രകാശ് ആയിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് അന്നേ കോൺഗ്രസ് നേതാക്കൾ നൽകിയിരുന്നതാണ് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിരുന്നത്. VV പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണമടഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു വേദനയുമൊക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ PV അൻവർ, അതായത് ഇടതുപക്ഷത്തു നിന്ന് അദ്ദേഹം UDF പക്ഷത്തേക്ക് ചായുന്നതിനും മുമ്പ്, അത് അങ്ങനെ ഒരു നിലപാട് UDF പക്ഷത്തേക്കാണ് എന്ന നിലപാട് എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് അവിടെ VS ജോയി നിലമ്പൂരിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള നിലപാട് അന്നേ അദ്ദേഹം പരസ്യമായി സ്വീകരിച്ചിരുന്നതുമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നും ആര്യാടൻ ഷൗക്കത്തിനെതിരായ നിലപാടാണ് PV അൻവർ സ്വീകരിച്ചത്. പക്ഷേ PV അൻവറിൻ്റെ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, കോൺഗ്രസ്സാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് എന്ന ആ കീഴ്വഴക്കം അത് പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് UDFലെ മറ്റ് ഘടകകക്ഷികളും അതേ നിലപാടുകാർ തന്നെയായിരുന്നു. PV അൻവറിൻ്റെ എതിർപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ്. 2016 PV അൻവർ തോൽപ്പിച്ച ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ 2025 UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്, വീണ്ടും മത്സരിക്കുകയാണ്. വിജയപ്രതീക്ഷയിലാണ് ആര്യാടൻ ഷൗക്കത്ത്. നേരത്തെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ നഗരസഭാ ചെയർമാനും ഒക്കെ ആയിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതാണ് അങ്ങനെ PV അൻവർ പരാജയപ്പെടുത്തിയ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി PV അൻവർ പ്രചാരണത്തിന് ഇറങ്ങുമോ എന്നൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനാണ് ഇനി ഉത്തരം വരാനുള്ളത്. എന്താണ് PV അൻവറിന്റെ മനസ്സിലുള്ളത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും.